ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുനീസ് ക്ലാസ്. നമ്മൾ 6th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 9th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. The chiefs did not collect regular taxes. Instead, they demanded and received gifts from the people. അപ്പോൾ ഈ 3 ചീഫ്സും റെഗുലറായിട്ട് ടാക്സ് ഒന്നും കളക്ട് ചെയ്തിരുന്നില്ല. അതിന് പകരം അവർ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഗിഫ്റ്റായിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ടാക്സിന് പകരം ആൾക്കാർ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. They also went on military expeditions and collect tribute from neighboring areas. അതുപോലെ തന്നെ അവർ മിലിറ്ററി എക്സ്പെഡീഷൻസിനായിട്ട് പോകുന്ന സമയത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്നും ട്രിബ്യൂട്ട് കളക്ട് ചെയ്തിരുന്നു. They kept some of the wealth and distributed the rest among their supporters, including members of their family, soldiers and poets. അപ്പോൾ ഇവർക്ക് ഈ ലഭിക്കുന്ന വെൽത്തിൻ്റെ ഒരു ഭാഗം ഇവർ സൂക്ഷിച്ചു വെക്കും. ബാക്കി ഈ സപ്പോർട്ടേഴ്സിനും, അതായത് ഫാമിലി മെമ്പേഴ്സിന്, സോൾജിയേഴ്സിന്, പോയറ്റ്സിനൊക്കെ ആയിട്ടുള്ള ഇങ്ങനത്തെ സപ്പോർട്ടേഴ്സിന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. Many poets whose compositions are found in the Sangam collection composed poems in praise of chiefs who often rewarded them with precious stones, gold, horses, elephants, chariots and fine cloth. അപ്പം സംഘം പോയറ്റ്സ്, അതായത് സംഘം എന്ന് പറയുന്ന ആ ഒരു ലിറ്ററേച്ചറിൽ കമ്പോസിഷൻസ്, ഈ രാജാക്കന്മാരെ കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ചീഫ്സിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് ഓരോരോ കമ്പോസിഷൻസ് കമ്പോസ് ചെയ്യുന്ന പോയറ്റ്സിന് വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അതായത് പ്രഷ്യസ് സ്റ്റോൺസോ, ഗോൾഡോ, ഹോഴ്സസോ, എലിഫൻസോ, അല്ലെങ്കിൽ രഥമോ, ഫൈൻ ക്ലോത്തോ, അങ്ങനെ ഓരോരോ സാധനങ്ങൾ, അത്ര വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും ഈ ഇത്രയും നന്നായിട്ട് ഇവരെ പുകഴ്ത്തിക്കൊണ്ട് ഓരോരോ കമ്പോസിഷൻസ് തയ്യാറാക്കിയിട്ടുള്ള പോയറ്റ്സിന് കൊടുക്കുന്നത്. ഈ പോയംസൊക്കെ നമുക്ക് ഈ സംഘം കളക്ഷൻസിൽ കാണാനായിട്ട് സാധിക്കും. ഓരോരോ പോയറ്റ്സിൻ്റെ കമ്പോസിഷൻസ്, ഈ ചീഫ്സിനെയൊക്കെ പ്രേസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അവർ കമ്പോസ് ചെയ്തിട്ടുള്ള പോയംസ് നമുക്ക് ഈ സംഘം കളക്ഷനിൽ കാണാനായിട്ട് സാധിക്കും. Around 200 years later, a dynasty known as the Shatavahanas became powerful in Western India. അപ്പോൾ വെസ്റ്റേൺ ഇന്ത്യയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി, ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പവർഫുള്ളായി മാറിയത്. അതിൻ്റെ പേരാണ് ശതവാഹനാസ്. The most important ruler of the Shatavahanas was Gautami Putra Sri Shatakarni. അപ്പം ശതവാഹനാസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളറാണ് ഗൗതമി പുത്ര ശ്രീ ശതകർണി. വി നോ അബൌട്ട് ഹിം ഫ്രം ആൻ ഇൻസ്ക്രിപ്ഷൻ കമ്പോസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് മദർ ഗൗതമി ബാലശ്രീ. അപ്പോൾ ഗൗതമി ബാലശ്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്ന്, ആ ഇൻസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. He and other Shatavahana rulers were known as Lords of the Dakshinapada, literally the route leading to the south, which was also used as a name for the entire southern region. അപ്പം ഈ ശതവാഹന റൂളേഴ്സിനെ ലോർഡ്സ് ഓഫ് ദി ദക്ഷിണപാത എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ദക്ഷിണപാത എന്ന് പറഞ്ഞാൽ? സൗത്തിലേക്കുള്ള റൂട്ട്. സൗത്തിലേക്കുള്ള റൂട്ടിൻ്റെ ലോഡ്സ് എന്നാണ് ശതവാഹന റൂളേഴ്സിനെ അറിയപ്പെടുന്നത്. അതായത് ഈ ദക്ഷിണപാതയുടെ ലോഡ്സ്. സൗത്തിലേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ സദേൺ റീജിയൻ ഉൾപ്പെടും. ഹി സെൻഡ് ഹിസ് ആർമി ടു ദി ഈസ്റ്റേൺ, വെസ്റ്റേൺ ആൻഡ് സദേൺ കോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ആർമീനെ ഈ ഈസ്റ്റേൺ, വെസ്റ്റേൺ, സദേൺ തീരത്തേക്കൊക്കെ അയക്കുമായിരുന്നു. അപ്പം ഇതാണ് ശതവാഹനാസ് എന്ന് പറയുന്ന റൂളേഴ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ശതവാഹനാസിനെ കുറിച്ച് എഴുതാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തന്നെ പറയണം. അവർ 200 ഇയേഴ്സിന് ശേഷം വളരെ പവർഫുള്ളായി മാറിയ വെസ്റ്റേൺ ഇന്ത്യയിലുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് റൂളറാണ് ഗൗതമി പുത്ര ശ്രീ ശതകർണി. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് മനസ്സിലാവുന്നത്? ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണല്ലേ. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്ത, ഗൗതമി ബാലശ്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്ത ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ശതവാഹന റൂളേഴ്സിനെ ലോർഡ്സ് ഓഫ് ദി ദക്ഷിണപാത എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സൗത്തിലേക്കുള്ള റൂട്ടിൻ്റെ ലോഡ്സ്, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശതവാഹന റൂളേഴ്സിനെ കുറിച്ച് ഈ ഒരു പോർഷനിൽ നിന്ന്, അല്ലെങ്കിൽ ശതവാഹനാസ് എന്ന് പറയുന്ന ആ ഒരു ഡൈനാസ്റ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ശതവാഹനാസ് എന്ന് പറയുന്ന ആ ഒരു ഡൈനാസ്റ്റിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരാനോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ ഒരു പാരഗ്രാഫ് വേണം എഴുതാനായിട്ട്. ദ സ്റ്റോറി ഓഫ് ദി സിൽക്ക് റൂട്ട്. അപ്പോൾ ഇനി നമുക്ക് സിൽക്ക് റൂട്ടിനെ കുറിച്ചൊന്ന് നോക്കാം.
The rich glossy colors of silk as well as its smooth texture make it a highly valued fabric in most societies. സിൽക്കിൻ്റെ ഈ പ്രത്യേകതകൾ കൊണ്ടാണ് സിൽക്കിനെ ഇത്ര വാല്യൂഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ ആ റിച്ച് ഗ്ലോസി കളേഴ്സ്, നല്ല ഡിഫറെൻറ്റ് കളേഴ്സ്, നല്ല മനോഹരമായിട്ടുള്ള കളേഴ്സിലുള്ള സിൽക്ക് അവൈലബിൾ ആണല്ലേ. അപ്പോൾ അതിൻ്റെ റിച്ച് ഗ്ലോസി കളേഴ്സ്, അതുപോലെ അതിൻ്റെ ആ സ്മൂത്ത് ടെക്സ്ചർ വളരെ സ്മൂത്താണ്. അതായത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ സിൽക്കിനെ മിക്ക സൊസൈറ്റീസിലും ഹൈലി വാല്യൂഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. മേക്കിംഗ് സിൽക്ക് ഈസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. ഈ സിൽക്ക് നിർമ്മിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റോ സിൽക്ക് ഹാസ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി കൊക്കൂൺസ് ഓഫ് സിൽക്ക് വേംസ്, സ്പൺ ഇൻ ടു ത്രെഡ് ആൻഡ് ദെൻ വൂവൻ ഇൻ ടു ക്ലോത്ത്. അപ്പോൾ സിൽക്ക് വേംസിൻ്റെ കൊക്കൂണിൽ നിന്ന് ഈ സിൽക്കിനെ ആദ്യം എടുക്കണം, അതിനുശേഷം അത് നൂലായിട്ട് ത്രെഡായിട്ട് അതിനെ മാറ്റണം, പിന്നീട് ഈ ത്രെഡ് യൂസ് ചെയ്ത് ക്ലോത്ത്സ് നിർമ്മിക്കണം. അപ്പോൾ എന്തോരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ സിൽക്ക് വേമിൻ്റെ കൊക്കൂണിൽ നിന്ന് ഇതെടുക്കുക, അതിനുശേഷം അതിനെ ത്രെഡാക്കുക, പിന്നീട് ക്ലോത്ത് ആക്കുക. ടെക്നിക്സ് ഓഫ് മേക്കിംഗ് സിൽക്ക് വെയർ ഫസ്റ്റ് ഇൻവെൻറ്റഡ് ഇൻ ചൈന അറൗണ്ട് 7000 years ago. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുന്നേ ചൈനയിലാണ് ഈ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നിക്സൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. വൈൽ ദ മെത്തേഡ്സ് റിമെയിൻഡ് എ ക്ലോസ്ലി ഗാർഡഡ് സീക്രട്ട് ഫോർ 1000 of years. എന്നിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളോളം ഇവരിത് ഒരു സീക്രട്ടായിട്ട് തന്നെയാണ് വെച്ചിരുന്നത്. എങ്ങനെയാണ് സിൽക്ക് ഉണ്ടാകുന്നത്? കാരണം അവരുടെ അടുത്താണ് സിൽക്ക് ഉണ്ടെങ്കിൽ അത്ര വില കൊടുത്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവരുടെ അടുത്തു നിന്ന് ഈ സിൽക്ക് മേടിക്കും അല്ലേ. അപ്പോൾ അതിന് നല്ല ഡിമാൻഡ് വരാനായിട്ട്, ഈ ചൈനീസ് സിൽക്കിന് നല്ല ഡിമാൻഡ് വരാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു ടെക്നിക്ക്, ഈ ഇൻവെൻഷൻ മെത്തേഡൊക്കെ അവർ ആരോടും പറഞ്ഞു കൊടുക്കാണ്ടിരുന്നു. സം പീപ്പിൾ ഫ്രം ചൈന ഹു വെൻറ്റ് ടു ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് ഓൺ ഫുട്ട്, ഹോഴ്സ് ബാക്ക് ആൻഡ് ഓൺ ക്യാമൽസ് ക്യാരിഡ് സിൽക്ക് വിത്ത് ദം. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കാൽനടയായിട്ട് അല്ലെങ്കിൽ ഹോഴ്സിൻ്റെയോ ക്യാമൽസിൻ്റെയോ ഒക്കെ പുറത്തായിട്ട് ഈ സിൽക്ക് വെച്ച് കെട്ടി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ അത് എത്തിച്ചിരുന്നു. The paths they followed came to be known as the Silk Route. അപ്പോൾ ഇങ്ങനെ ഈ ആൾക്കാർ ചൈനയിൽ നിന്ന് സിൽക്കിനെ മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിച്ചിരുന്ന ആ റൂട്ടിനെ അല്ലെങ്കിൽ ആ പാതയൊക്കെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സിൽക്ക് എന്ന് പറയുന്നത് ഹൈലി വാല്യൂഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ചൈനയിലാണ് അത് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ സിൽക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് സിൽക്ക് വേംസിൻ്റെ കൊക്കൂണിൽ നിന്ന് ആദ്യം സിൽക്ക് എടുക്കുക, പിന്നെ അത് ത്രെഡ് ആക്കുക, പിന്നെ അത് ക്ലോത്ത് ആക്കുക. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ഈ ഇൻവെൻറ്റ് ചെയ്തിട്ട് ചൈനയ്ക്ക് മനസ്സിലായിട്ടുള്ള ആ മെത്തേഡ്സ് അവർ സീക്രട്ടായിട്ട് തന്നെ വെച്ചിരുന്നു, മറ്റുള്ളവരോടൊന്നും പറയാതിരുന്നു. അങ്ങനെ ഈ രാജ്യത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ ക്യാമൽസിൻ്റെ അല്ലെങ്കിൽ ഹോഴ്സിൻ്റെ സഹായത്തോടു കൂടി ഈ സിൽക്കിനെ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ എത്തിച്ചിരുന്നു. ആ പാത്തിനെ അല്ലെങ്കിൽ ആ പാതയെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. Sometimes Chinese rulers sent gifts of silk to rulers in Iran and West Asia, and from there the knowledge of silk spread further west. ചിലപ്പോൾ ഈ ചൈനീസ് റൂളേഴ്സ് ഗിഫ്റ്റായിട്ട് ഈ സിൽക്കിനെ മറ്റ് ഇറാനിൽ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലുള്ള റൂളേഴ്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ ഈ സിൽക്കിൻ്റെ ആ ഒരു നോളജ് വീണ്ടും കുറേ കൂടി അങ്ങ് വെസ്റ്റിലേക്ക് സ്പ്രെഡ് ആവും. About 2000 years ago, wearing silk became the fashion among rulers and rich people in Rome. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ ഈ സിൽക്ക് ധരിക്കുക എന്നുള്ളത് ഒരു ഫാഷനബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി. ഈ റൂളേഴ്സിനും അതുപോലെ തന്നെ പണക്കാരായിട്ടുള്ള ആൾക്കാർക്കും, റോമിലുള്ള പണക്കാരായിട്ടുള്ള ആൾക്കാർക്കും റൂളേഴ്സിനും ഒരു ഫാഷനായിട്ട് തന്നെ മാറി ഈ സിൽക്ക് ധരിക്കുക എന്നുള്ളത്. It was very expensive as it had to be bought all the way from China along dangerous routes through mountains and deserts. അപ്പം ഈ സിൽക്ക് എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആയിരുന്നു. കാരണം ചൈനയിൽ മാത്രമേ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ചൈനയിൽ നിന്ന് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ്സിലൂടെയും മൗണ്ടെയ്ൻസിലൂടെയും ഡെസേർട്ട്സിലൂടെയൊക്കെ അത് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തിക്കണമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വില കൂടുകയും ചെയ്യും. People living along the route often demanded payments for allowing traders to pass through. അപ്പോൾ ഈ റൂട്ടിൽ, ഈ സിൽക്ക് റൂട്ടിൽ താമസിച്ചിരുന്ന ആൾക്കാർ ട്രേഡേഴ്സിനോട് ആവശ്യപ്പെടുമായിരുന്നു ഇതിലെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ,
എങ്കിൽ മാത്രമേ ഈ ട്രേഡേഴ്സിനെ ഇതിലെ കടത്തി വിടത്തുള്ളായിരുന്നു, ആ റൂട്ടിൽ താമസിച്ചിരുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഇവർക്ക് കുറച്ച് പൈസ ലഭിച്ചിരുന്നു. ഈ റൂട്ടിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർക്കും പൈസ ലഭിച്ചിരുന്നു. ലുക്ക് അറ്റ് മാപ്പ് 6 വിച്ച് ഷോസ് ദി സിൽക്ക് റൂട്ട് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അപ്പോൾ മാപ്പ് 6 സിൽക്ക് റൂട്ടും അതിൻ്റെ ബ്രാഞ്ചസ്, അതായത് മെയിനായിട്ടുള്ള സിൽക്ക് റൂട്ടും അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ബ്രാഞ്ചസും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. സം കിങ്സ് ട്രൈ ടു കൺട്രോൾ ലാർജ് പോർഷൻസ് ഓഫ് ദി റൂട്ട്. ചില രാജാക്കന്മാർ ഈ സിൽക്ക് റൂട്ടൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ദിസ് വാസ് ബിക്കോസ് ദേ കുഡ് ബെനിഫിറ്റ് ഫ്രം ടാക്സസ്, ട്രിബ്യൂട്ട്സ് ആൻഡ് ഗിഫ്റ്റ്സ് that were brought by traders traveling along the route. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ ചെയ്താൽ മാത്രമേ അതിലെ വരുന്ന ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സസും ട്രിബ്യൂട്ടും ഗിഫ്റ്റും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. In return, they often protected the traders who passed through their kingdoms from attacks by robbers. അപ്പോൾ കൊള്ളക്കാരുടെ ആ ഒരു അറ്റാക്കിൽ നിന്ന് തിരിച്ചും ഈ ട്രേഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ഈ രാജാക്കന്മാരുടേതായിരുന്നു. അപ്പോൾ രാജാക്കന്മാർ ടാക്സും ട്രിബ്യൂട്ടും ഗിഫ്റ്റും ഒക്കെ മേടിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ട്രേഡേഴ്സിന് പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഈ റോബേഴ്സൊക്കെ ഇവരെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. The best known of the rulers who controlled the Silk Route were the Kushanas, who ruled over Central Asia and Northwest India around 2000 years ago. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുന്നേ സെൻട്രൽ ഏഷ്യയും നോർത്ത് വെസ്റ്റ് ഇന്ത്യയും ഭരിച്ചിരുന്ന കുഷാനാസ് എന്ന് പറയുന്ന റൂളേഴ്സ് ആയിരുന്നു ഈ സിൽക്ക് റൂട്ടിൽ കൺട്രോൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ സിൽക്ക് റൂട്ടിൽ ഭൂരിഭാഗം പ്രദേശവും കൺട്രോൾ ചെയ്തിരുന്ന റൂളേഴ്സ് എന്ന് പറയുന്നത്. Their two major centers of power were പേഷാവാർ ആൻഡ് മധുര. അപ്പോൾ പേഷാവാറിലും മധുരയിലുമായിരുന്നു ഇവരുടെ സെൻറ്റർ ഓഫ് പവർ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റർ ഓഫ് പവർ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. തക്സില വാസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദെയർ കിങ്ഡം. തക്സിലയും അവരുടെ കിങ്ഡത്തിൽ തന്നെയാണ് വരുന്നത്. ഡ്യൂറിങ് ദെയർ റൂൾ എ ബ്രാഞ്ച് ഓഫ് ദി സിൽക്ക് റൂട്ട് എക്സ്റ്റെൻഡഡ് ഫ്രം സെൻട്രൽ ഏഷ്യ ഡൗൺ ടു ദി സീ പോർട്ട്സ് അറ്റ് ദി മൗത്ത് ഓഫ് ദ റിവർ ഇൻഡസ്, ഫ്രം വെയർ സിൽക്ക് വാസ് ഷിപ്ഡ് വെസ്റ്റ്വേർഡ്സ് ടു ദി റോമൻ എംപയർ. അപ്പോൾ അവരുടെ ഭരണകാലത്ത് തന്നെ ഈ സിൽക്ക് റൂട്ടിൻ്റെ ഒരു ബ്രാഞ്ച് ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് കൊണ്ടുപോയിരുന്നു. കാരണം അവിടെയാണ് സീ പോർട്ട്സ് ഉള്ളത്. ഈ റിവർ ഇൻഡസിൻ്റെ സീ പോർട്ട് അവിടെയാണുള്ളത്. അപ്പോൾ ഈ സീ പോർട്ടിലൂടെയായിരുന്നു റോമൻ എംപയറിലേക്ക് ഷിപ്പിലൂടെ സിൽക്ക് കടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റൂള് ആ ഒരു പ്രദേശത്തേക്കും കൂടി വ്യാപിപ്പിച്ചു. The Kushanas were among the earliest rulers of the subcontinent to issue gold coins. അപ്പോൾ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്ത റൂളേഴ്സ് എന്ന് പറയുന്നതും ഈ കുഷാനാസ് തന്നെയാണ്. ദീസ് വെയർ യൂസ്ഡ് ബൈ ട്രേഡേഴ്സ് അലോങ് ദി സിൽക്ക് റൂട്ട്. അപ്പോൾ ഈ സിൽക്ക് റൂട്ട് യൂസ് ചെയ്തിരുന്ന ട്രേഡേഴ്സ് തന്നെയായിരുന്നു ഈ ഗോൾഡ് കോയിൻസും യൂസ് ചെയ്തിരുന്നത്. അപ്പം ഈ സിൽക്ക് റൂട്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഈ സിൽക്ക് റൂട്ടിലേക്ക് കൺട്രോൾ കൊണ്ടുവരാനായിട്ട് മിക്ക രാജാക്കന്മാരും ശ്രമിച്ചു. അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളറായിരുന്നു കുഷാനാസ് എന്ന് പറയുന്നത്. അവരുടെ ആ റൂളിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സെൻറ്റർ ഓഫ് പവേഴ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് കോയിൻസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിരുന്ന റൂളേഴ്സ് എന്ന് പറയുന്നതും ഈ കുഷാനാസ് തന്നെയാണ്. അപ്പോൾ സിൽക്ക് റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയാം. എന്തുകൊണ്ടാണ് രാജാക്കന്മാർ സിൽക്ക് റൂട്ടിലേക്ക് കൺട്രോൾ കൊണ്ടുവന്നത്, അതിൽ നിന്ന് ഈ രാജാക്കന്മാർക്ക് എന്ത് നേട്ടമുണ്ടായി, തിരിച്ച് ട്രേഡേഴ്സിന് എന്ത് നേട്ടമുണ്ടായി, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ കുഷാനാസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ച് മാർക്ക് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക.